ഹലോ ഫ്രണ്ട്സ്, ഏഞ്ചൽ ടച്ച് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതമായ മഞ്ഞളിനെ പറ്റിയും മഞ്ഞളിൻ്റെ 11 ഗുണങ്ങളെ പറ്റിയുമാണ്. നമ്മളെല്ലാവരും തന്നെ സ്ഥിരമായി കണ്ടുവരുന്ന, സ്ഥിരമായി ഉപയോഗിച്ചു വരുന്ന ഔഷധ ഗുണമുള്ള ഒരു വസ്തുവാണ് മഞ്ഞൾ. മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ എന്ന പദാർത്ഥമാണ് മഞ്ഞളിന് അതിൻ്റേതായ ഗുണങ്ങൾ നൽകുന്നത്. മഞ്ഞളിൻ്റെ രാസനാമം കുർക്കുമ ലോങ്ങ എന്നാണ്. മഞ്ഞൾ ഉപയോഗിക്കേണ്ട വിധവും അതിൻ്റെ ഗുണങ്ങളെ പറ്റിയുമാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. മഞ്ഞളിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസ് ആണ്. ഇനി നമുക്ക് മഞ്ഞളിൻ്റെ 11 ഗുണങ്ങളെ പറ്റിയും അത് എങ്ങനെ ഉപയോഗിച്ചാൽ ആ ഗുണങ്ങൾ ലഭിക്കുമെന്നതിനെ പറ്റിയും നോക്കാം. ഒന്നാമത്തെ ഗുണം, നിങ്ങളുടെ പല്ലുകളുടെ ശുചിത്വവും വെളുപ്പ് നിറവും നിലനിർത്താൻ സഹായിക്കുന്നു. 1/2 ടീസ്പൂൺ ഒലിവ് ഓയിലും 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് 5 മിനിറ്റ് നേരം ബ്രഷ് ചെയ്യുക. ആഴ്ചയിൽ 2 മുതൽ 3 തവണ വരെ മഞ്ഞൾ ഉപയോഗിച്ച് ഇങ്ങനെ ബ്രഷ് ചെയ്താൽ നമ്മൾക്ക് 1 മാസം കൊണ്ട് തന്നെ പല്ലിന് വരുന്ന വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ ഗുണം എന്താണെന്ന് നോക്കിയാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ മഞ്ഞളിനെ സഹായിക്കും. മഞ്ഞൾ നമ്മുടെ ശരീരത്തിലെ ടി സെൽസ്, ബി സെൽസ്, മാക്രോഫേജസ് ആൻഡ് ന്യൂട്രോഫിൽസിനെ ആക്ടിവേറ്റ് ചെയ്യുകയും തന്മൂലം നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. ഇതിനു വേണ്ടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ പാലിൽ ചേർത്ത് 10 മിനിറ്റ് ചൂടാക്കുക. ഇങ്ങനെ ചെറു ചൂടോടുകൂടി ദിവസം 2 നേരം കുടിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. മഞ്ഞളിൻ്റെ മൂന്നാമത്തെ ഗുണം മുഖക്കുരു അകറ്റാൻ മഞ്ഞൾ സഹായിക്കുമെന്നുള്ളതാണ്. ഡെർമറ്റോളജിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള മഞ്ഞളിൻ്റെ ഗുണമാണ് മുഖക്കുരു അകറ്റാനും സ്കിൻ ടോൺ വർദ്ധിപ്പിക്കാനുമുള്ള കഴിവ്. ഇതിനു വേണ്ടി 1 ടീസ്പൂൺ അലോവേറ ജ്യൂസും 1/4 ടീസ്പൂൺ മഞ്ഞളും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടുക. 10 മുതൽ 15 മിനിറ്റ് വരെ ഇത് അപ്ലൈ ചെയ്തിരിക്കണം. അതിനുശേഷം തണുത്ത വെള്ളത്തിൽ മുഖം വാഷ് ചെയ്യുക. ഇങ്ങനെ ആഴ്ചയിൽ 3 തവണ ചെയ്യുന്നത് നിങ്ങളുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. മഞ്ഞളിൻ്റെ നാലാമത്തെ ഗുണം, അമിത ഭാരം കുറയ്ക്കാൻ മഞ്ഞൾ സഹായിക്കുന്നു. മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ എന്ന മൂലകം ഫാറ്റ് സെൽസിൻ്റെ കോമ്പോസിഷനെ ആൾട്ടർ ചെയ്യുകയും തന്മൂലം ഫാറ്റ് ബേൺ ആയി പോകുവാനും സഹായിക്കുന്നു. അതിനാൽ അമിതവണ്ണം കുറയുകയും ചെയ്യുന്നു. ഇതിനായി 1/2 ടീസ്പൂൺ മഞ്ഞൾ 1 ഗ്ലാസ് തിളപ്പിച്ച പാലിൽ ചേർത്ത് ദിവസം 2 നേരം കുടിക്കുന്നത് നിങ്ങളുടെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും അമിതഭാരം അല്ലെങ്കിൽ അമിതവണ്ണം കുറയാനും സഹായിക്കും. അഞ്ചാമത്തെ ഗുണം, ക്യാൻസർ രോഗത്തെ തടയാൻ മഞ്ഞളിന് സാധിക്കും. മഞ്ഞളിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയാണ് ക്യാൻസർ സെൽസിനെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ ക്യാൻസർ സെൽസിൻ്റെ ഗ്രോത്ത് തടയാൻ സഹായിക്കുന്നത്. പാൻക്രിയാറ്റിക് ക്യാൻസർ പോലെ പലവിധം ക്യാൻസർ ഇപ്പോഴുണ്ട്. ഈ ക്യാൻസറുകളെല്ലാം തന്നെ തടയാൻ അല്ലെങ്കിൽ അത് വരാനുള്ള ചാൻസ് കുറയ്ക്കാൻ മഞ്ഞളിന് സാധിക്കും. ഇതിനു വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1/2 ടീസ്പൂൺ ഒലിവ് ഓയിൽ, 1 പിഞ്ച് കുരുമുളക് പൊടി നന്നായി മിക്സ് ചെയ്ത് കഴിക്കണം. ഇത് സാധാ പോലെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ നിങ്ങളുടെ സൂപ്പ്, സാലഡ് അല്ലെങ്കിൽ മറ്റ് ഫുഡുകളിൽ ആഡ് ചെയ്ത് കഴിച്ചാലും മതിയാവും. മഞ്ഞളിൻ്റെ ആറാമത്തെ ഗുണം എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ മൂഡ് ചേഞ്ചിനെ നിയന്ത്രിക്കാൻ മഞ്ഞളിന് കഴിയും. ബ്രെയിൻ ഫംഗ്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് മൂലം നിങ്ങളുടെ മൂഡ് ഇംപ്രൂവ് ചെയ്യാൻ മഞ്ഞളിന് കഴിയുന്നു. അൽഷിമേഴ്സ്, പാർക്കിൻസോണിസം, സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ മഞ്ഞളിന് അസാധാരണമായ ഒരു കഴിവുണ്ട്. ഇതിനു വേണ്ടി 1 ഗ്ലാസ് വെള്ളത്തിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അല്പം നാരങ്ങ നീരും ചേർത്ത് ദിവസം 1 നേരമെങ്കിലും കുടിക്കുക. മഞ്ഞളിൻ്റെ ഏഴാമത്തെ ഗുണം, ത്വക്ക് രോഗങ്ങളിൽ നിന്നും രക്ഷിക്കുന്നു. സോറിയാസിസ്, ക്ലിയറോഡെർമ, സ്കിൻ ക്യാൻസർ പോലെയുള്ള ത്വക്ക് രോഗങ്ങൾ തടയാനും അതിൽ നിന്ന് രക്ഷിക്കുവാനും മഞ്ഞളിന് സാധിക്കും. നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കലിനെ പ്രിവെൻറ്റ് ചെയ്ത് ഇൻഫ്ലമേഷൻ തടയുകയും ത്വക്ക് രോഗങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുകയുമാണ് മഞ്ഞൾ ചെയ്യുന്നത്. ഇതിനു വേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾ, 1/2 ടീസ്പൂൺ ഇഞ്ചി നീരും അല്പം വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് സ്കിന്നിൽ പുരട്ടി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്.
ഇന്ന് ഞാൻ നിങ്ങളോട് മഞ്ഞളിൻ്റെ 11 ഗുണങ്ങളിൽ 7 ഗുണങ്ങളെ പറ്റിയാണ് വിശദീകരിച്ചത്. അത് ഏത് രീതിയിൽ മഞ്ഞൾ ഉപയോഗിച്ചാലാണ് നിങ്ങൾക്ക് ആ ഗുണങ്ങൾ ലഭിക്കുക എന്നും ഞാൻ വിശദീകരിച്ചു. മഞ്ഞളിൻ്റെ മറ്റ് 5 ഗുണങ്ങളെ പറ്റി ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ വിശദീകരിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഗുണപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബൈ.